ഹലോ, ഇതാണ് ഫിലഡെൻഡ്രോൺ ബ്രസീൽ. ഹാർട്ട് ഷേപ്പ് ലീഫും അതിൻ്റെ നടുക്കൂടെ ഒരു യെല്ലോ ലൈനിങ് കൂടി പോകുന്നുണ്ടാവും. അതാണ് ഇതിൻ്റെ പൊതുവെയുള്ള കളറ്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു പ്ലാന്റ് കുറച്ചൊരു ഗ്രീനിഷാണ് കൂടുതൽ, കുറച്ച് ഷെയ്ഡിൽ വെക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ മണി പ്ലാന്റ് എന്നാണ് ഇത് കൂടുതൽ പേരും ചോദിക്കാറുള്ളത്. പക്ഷേ മണി പ്ലാന്റ് അല്ല കേട്ടോ ഇത്. പക്ഷേ സെയിം ടൈപ്പ് ഗ്രോത്ത് കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇത് അതുപോലെയല്ല, ഇതിൻ്റെ ഒരു തണ്ട് കാണുന്നുണ്ടല്ലോ, ഒരു സിഗ്സാഗ് പോലെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് ഇതിൻ്റെ കമ്പ് വളരുന്നത്. നല്ല ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഞാനിതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. ജനലിൻ്റെ അടുത്തായാലും ബാൽക്കണി സൈഡിലൊക്കെ വെക്കുന്നതാണെങ്കിലും റൂമിൻ്റെ അകത്താണെങ്കിലും പോലും നന്നായിട്ട് പൊടിയൊക്കെ വരും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് പിന്നെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കൊടുക്കണം. അല്ലെങ്കിൽ വാഷ് ബേസിനിൽ കൊണ്ടുവച്ചിട്ടോ ഒക്കെ നമുക്ക് ബാത്റൂം കൊണ്ടുവച്ചിട്ടൊക്കെ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ തുടച്ചിട്ട് കാണാൻ തന്നെ ലീഫ് നല്ലൊരു ഭംഗിയായിരിക്കും, ഒരു ഫ്രഷ് ഫീലും കൂടിയായിരിക്കും നമ്മുടെ പ്ലാന്റ്സ്. ഇൻഡോർ പ്ലാന്റ്സ് പൊതുവേ വെക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടത് നിർബന്ധം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല വൃത്തിയായിട്ട് എപ്പോഴും ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്ലാന്റ്സ് ഒന്നും നശിച്ചു പോവുകയില്ല, ഒരു പുഴുവിൻ്റെ അറ്റാക്ക് ഒന്നും വരില്ല നമ്മൾ ഇതുപോലെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു 5 കൂടുതൽ കമ്പ് എടുത്തിട്ട് തന്നെ നമ്മൾ നടാൻ നോക്കുക. കൂടുതലും ലൂസായിട്ടുള്ള മണ്ണ് ചൂസ് ചെയ്യുക. പിന്നെ കുഴപ്പമില്ല, ഗാർഡൻ സോയിലും ഇതൊക്കെ നന്നായിട്ട് വളരും കേട്ടോ. കാരണം എന്തുകൊണ്ട് 5-6 കമ്പ് കൂടുതൽ വെക്കണം എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബുഷിയായിട്ട് വളരുന്നൊരു പ്ലാന്റ് അല്ല ഇത്. നമ്മളങ്ങനെ അധികം കട്ട് ചെയ്യില്ല, കാരണം നമുക്കിതിൻ്റെ ഈ ഒരു നല്ല ലെങ്ത് ആയിട്ടാണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ വെക്കുമ്പം ആ ഒരു രീതിയിൽ തന്നെ വെച്ചാൽ നട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബുഷിയായിട്ട് വളർന്ന് കിട്ടും കേട്ടോ. പിന്നെ ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്, അറിയാലോ, ഇൻഡയറക്റ്റ് ലൈറ്റ് മതി. പിന്നെ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് SH ഹോം ഗാർഡൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് പ്ലാന്റ് സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. ഞാൻ വെറും 30 രൂപക്ക് ഒരു ചെറിയൊരു തണ്ട് മാത്രമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. പക്ഷേ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും പോട്ട്സ് ഞാൻ ഉണ്ടാക്കി. ഈ ഒരു പ്ലാന്റ് വെള്ളത്തിൽ വെക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമാവാറ് സോയിലാണ് കേട്ടോ.